എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് admission.uc.ac.in/admission എന്നുള്ള പേജ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു റിസൾട്ട് അറിയുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഈ ഒരു FIUGP 2025-26 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ക്യാപ് ID അതുപോലെ സെക്യൂരിറ്റി കീ എന്നിവ നൽകാനുള്ള ഭാഗമുണ്ട്. അത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഫോർഗോട്ട് ലോഗിൻ ക്രെഡൻഷ്യൽസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ അഥവാ ഈ ഒരു സെക്യൂരിറ്റി കീയും അതുപോലെ തന്നെ നിങ്ങളുടെ ക്യാപ് ID മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് ലോഗിൻ ക്രെഡൻഷ്യൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ഹിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ സെലക്ട് രജിസ്ട്രേഷൻ ടൈപ്പ് എന്നുള്ളത് FIUGP രജിസ്ട്രേഷൻ 2025 എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ID അതുപോലെ തന്നെ അഡ്രസ്സെല്ലാം മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇമെയിൽ ID ആണ്, അത് കൊടുക്കുക. സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ IDയിലേക്കും നിങ്ങൾക്ക് SMS ആയിട്ട് നിങ്ങളുടെ അതുപോലെ ഇമെയിലായിട്ട് നിങ്ങൾക്ക് ക്യാപ് ID സെക്യൂരിറ്റി കീയും ലഭിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട്, അതായത് നിങ്ങളുടെ ഈ ഒരു സെക്യൂരിറ്റി കീയും ക്യാപ് IDയും കൊടുത്തുകൊണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണുന്ന ആ ഒരു ഭാഗത്താണ് അലോട്ട്മെൻറ്റിൻ്റെ സ്റ്റാറ്റസ് കാണാൻ പറ്റുക. ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രിവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, നിലവിൽ സ്ക്രീനിൽ കാണാം. എന്നാൽ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് ആണ് കാണാൻ പറ്റുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഏത് കോളേജിലാണ് ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവുക എന്നുള്ളത് നൽകിയിട്ടുണ്ടാവും. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ സോറി എന്ന് പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ മാൻഡേറ്ററി ഫീസ് ഒന്നും അടക്കേണ്ടതില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കിവിടെ മാൻഡേറ്ററി ഫീ എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫൈൽ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ബാക്ക് ബട്ടൺ അടിച്ച് ഈ ഒരു പേജിലേക്ക്, അതായത് ഈ ഒരു നിങ്ങളുടെ ആ ഒരു പ്രൊഫൈൽ പേജിലേക്ക് വരിക. അവിടെ നിങ്ങൾക്ക് മാൻഡേറ്ററി ഫീ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ടാബ് കാണാൻ പറ്റും. അപ്പോൾ അതിന് നേരായിട്ട് ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് എത്ര രൂപയാണ് ഫീസ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അവിടെ നൽകിയിട്ടുണ്ടാകും. അതായത് നിങ്ങൾക്ക് ഈ ഒരു ജനറൽ വിഭാഗമാണെങ്കിൽ 575 രൂപയാണ് ഫീസ്, SC/ST ആണെങ്കിൽ 145 രൂപയാണ് ഫീസ്. അതായത് 575 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക്, SC/ST വിഭാഗം ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വരുന്ന ഫീസ് 145 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ ഈ ഒരു ഫീസ് നിങ്ങൾ അടക്കുക. ഈ ഒരു ജനറൽ എന്ന് പറയുമ്പോൾ SC/ST എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു ജനറൽ കാറ്റഗറിയിലാണ് ഈ ഒരു ഫീസ് വരുന്നത്. അതായത് നിങ്ങൾ SC/ST അല്ലാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ബാക്കി എല്ലാ വിദ്യാർത്ഥികളും ജനറൽ കാറ്റഗറിയിലാണ് വരിക. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ SC/STക്ക് 145, അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് 575 രൂപയാണ് ഫീസ് വരിക. അത് നിങ്ങൾ ഈ ഒരു മാൻഡേറ്ററി ഫീ എന്നുള്ള ഭാഗത്തുള്ള ക്ലിക്ക് ഹിയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ അവിടെ നിങ്ങളുടെ ഫീ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഒരു പേയ്മെൻറ്റ് ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് ബട്ടൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ UPI വെച്ചുകൊണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ UPI വഴി എങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അവിടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതായത് മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് എന്നുള്ള ആ ഒരു ലിങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇവിടെ ഒരു പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റ് മെത്തേഡ് നിങ്ങൾക്ക് അവിടെ ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ ഇൻ്റർഫേസ് സെലക്ട് ചെയ്ത് കൊടുക്കാനുണ്ടാവും. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും. ഇപ്പോൾ UPI ആണ് സെലക്ട് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ UPI ID കൊടുക്കുക. UPI ID കൊടുത്ത് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടുള്ള UPI ID ആണെങ്കിൽ അപ്പോൾ അത് നിങ്ങൾക്ക് പേ എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ ആ ഒരു ചിലപ്പോൾ പേ ഫീസ് എന്നായിരിക്കും കാണിക്കുക. അപ്പോൾ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ UPI IDയുടെ ആപ്പ്, നിങ്ങൾ ഏത് ആപ്പിലാണോ ആ ഒരു UPI ID ഉപയോഗിക്കുന്നത് അതിലേക്ക് നിങ്ങൾക്ക് അതിൻ്റെ റിക്വസ്റ്റ് വരും, ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് വരും. അപ്പോൾ നിങ്ങൾ ആ ഒരു UPI IDൻ്റെ ആപ്പ്, ഇപ്പോൾ UPI ID ആപ്പ് ഈ ഒരു ഗൂഗിൾ പേ, Paytm, അതുപോലെ തന്നെ ഫോൺ പേ, അതല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ, ഇതൊക്കെയാണെങ്കിൽ ആ ഒരു ഏത് ആപ്ലിക്കേഷനാണോ അതിലേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിക്വസ്റ്റ് വരും ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു പേ ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു UPI പിൻ അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ആപ്പ് വഴി ആ ഒരു പേയ്മെൻറ്റ്
ചെയ്ത ശേഷം പിന്നീട് നിങ്ങളുടെ ആ ഒരു മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റിൻ്റെ ആ ഒരു പേജിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ പേയ്മെൻറ്റ് അവിടെ സക്സസ്ഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കും. അവിടെ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കാർഡ് വെച്ചിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. കാർഡ് ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് പേ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബാങ്കിൽ നിന്നും നിങ്ങൾക്കൊരു OTP വരും. അപ്പോൾ ആ ഒരു OTP നിങ്ങൾ ഇവിടെ, അതായത് ഈ ഒരു മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന ആ ഒരു പേജിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, അത് പേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ ഇങ്ങോട്ടേക്ക്, അതായത് ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ അക്കൗണ്ടിലേക്ക് പോവുകയും നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നിങ്ങളുടെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റിൻ്റെ അവിടെ കാണാനും സാധിക്കും. ഇനിയിപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്നാണെങ്കിൽ നിങ്ങൾ അക്ഷയയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അക്ഷയയിൽ നിങ്ങളുടെ ഈ ഒരു ക്യാപ് ഐഡിയും സെക്യൂരിറ്റി കീയും കൊടുത്ത ശേഷം അവർ മാൻഡേറ്ററി ഫീ എന്നുള്ള ഭാഗത്ത് അവർ ക്ലിക്ക് ചെയ്ത് അവരുടെ ആ ഒരു അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് നടത്തുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പേയ്മെൻറ്റൊക്കെ ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് റെസിപ്റ്റ് കാണുന്നതാണ്. അതായത് മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് പേജിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അതായത് പേയ്മെൻറ്റ് ചെയ്ത ഡീറ്റെയിൽസൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ, അതല്ലെങ്കിൽ സെലക്റ്റഡ് ഓപ്ഷൻ ക്യാൻസലേഷൻ എന്നിവ. അപ്പോൾ ഇത് ആരൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് എത്ര വരെയാണ് ഡേറ്റ് എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ്. അതായത് ജൂൺ 25 വരെയാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഡേറ്റ്. ജൂൺ 25 വരെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ അതുപോലെയുള്ള ആ ഒരു അവസരം എന്ന് പറയുന്നത് ജൂൺ 24 വരെയാണ്. അതായത് 21 മുതൽ 24 വരെയാണ് അതിനുള്ള അവസരമുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ജൂൺ 25 മുമ്പായിട്ട് തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് ഹയർ ഓപ്ഷൻ എല്ലാവരും ക്യാൻസൽ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഹയർ ഓപ്ഷൻസ് ഉള്ളവർക്ക് വേണമെങ്കിൽ മാത്രം റിമൂവ് ചെയ്യാവുന്നതാണ്. അത് നിർബന്ധമൊന്നുമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. നിർബന്ധമൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഓപ്ഷൻ ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് നിങ്ങളവിടെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതോടുകൂടി ആ ഒരു സീറ്റ് നിങ്ങൾക്ക് കൺഫേം ആയി. കാരണം ഇതിന് മുകളിൽ വേറെ ഹയർ ഓപ്ഷൻസ് ഒന്നുമില്ല. കാരണം 1ന് മുകളിൽ 0 മാത്രമേ വരുന്നുള്ളൂ. 1ന് താഴെയുള്ള 2, 3, 4, 5 എന്നിവ ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടുന്നതോടുകൂടി ഡിലീറ്റ് ആയിപ്പോയി. പിന്നീട് അത് പരിഗണിക്കുന്നതല്ല. അതുകൊണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ അവിടെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ആ ഒരു സീറ്റിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനിലാണ് കിട്ടിയത്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളൊരു 20 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ 6, 7, 8, 9, 10 ഈ ഒരു രീതിയിൽ 20 വരെയുള്ള എല്ലാവിധ ഓപ്ഷൻസും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. അപ്പോൾ അതിനുശേഷം പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ അത് പരിഗണിക്കുന്നതല്ല. അതായത് നിങ്ങൾക്കിപ്പോൾ ഏത് ഓപ്ഷനാണോ കിട്ടിയത് ആ ഒരു ഓപ്ഷൻ്റെ താഴെയുള്ള ഓപ്ഷനുകൾ ഡിലീറ്റ് ആയി പോകും. അതിനും ആ ഒരു കിട്ടിയ ഓപ്ഷൻ്റെ മുകളിലുള്ള ഹയർ ഓപ്ഷനുകൾ, അതായത് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷൻ കിട്ടിയെങ്കിൽ 1 മുതൽ 4 വരെയുള്ള ഓപ്ഷനാണ് ബാക്കി ഉണ്ടാവുക. അതുപോലെ 10ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ 1 മുതൽ 9 വരെ. ഇപ്പോൾ 20ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ 1 മുതൽ 19 വരെയുള്ള ഓപ്ഷൻസ് മാത്രമാണ് കിട്ടുക. അത് കിട്ടുക എന്നല്ല ബാക്കി ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഓപ്ഷനുകളെയാണ് ഹയർ ഓപ്ഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹയർ ഓപ്ഷൻസ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ വേണ്ടെങ്കിൽ അതിനെ മാത്രമായിട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസിനെ മുഴുവനായിട്ട് അവിടെ നിന്നും ഒഴിവാക്കണം, ഇപ്പോൾ കിട്ടിയ ആ ഒരു ഓപ്ഷൻ തന്നെ മതി, അവിടെ തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനാണ് താല്പര്യമുള്ളതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അവിടെ ആ ഒരു മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യുന്നത് ഹയർ ഓപ്ഷൻസ് എല്ലാം ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റിൽ ഇവിടെ ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്താൽ പിന്നീട് 0 ഓപ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷനിലേക്ക് കിട്ടില്ല. അതുപോലെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡിലീറ്റ് ചെയ്ത ഓപ്ഷൻ യാതൊരു കാരണവശാലും പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നതല്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ഈ ഒരു ഹയർ ഓപ്ഷൻ നിലനിർത്തിയുള്ള കാര്യം എന്താണെന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടി എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ അവിടെ ഈ ഒരു മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തു, ആ ഒരു സീറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുമോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിയണം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഹയർ ഓപ്ഷൻസ് നിലനിർത്തി എന്ന് വിചാരിക്കുക. അപ്പോൾ ഹയർ ഓപ്ഷൻ നിലനിർത്തിയ സമയത്ത് നിങ്ങൾക്ക് ഒരു ഓപ്ഷനിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ അടച്ചിട്ടുള്ള ഫീസ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ചോദിക്കുന്ന സംശയമാണ്, എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു സീറ്റ് വേണ്ട, ഫസ്റ്റ് കിട്ടിയ സീറ്റ് മതി. അപ്പോൾ അങ്ങനെയെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ജോയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾക്കൊരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതോടെ കിട്ടിയ ഓപ്ഷൻ്റെ താഴെയുള്ള എല്ലാവിധ ഓപ്ഷൻസും ഡിലീറ്റ് ചെയ്യപ്പെടുമെന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു സീറ്റിലാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക. അതേസമയം സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് എവിടെയും കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയെടുത്ത് തന്നെ ജോയിൻ ചെയ്യാനും സാധിക്കും. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പുതുതായിട്ട് കിട്ടുകയാണെങ്കിൽ ആ ഒരു പുതുതായിട്ട് കിട്ടിയ ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ട് വരും എന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഇപ്പോൾ കിട്ടിയുള്ള സീറ്റ് തന്നെ മതി എന്നാണെങ്കിൽ വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ്, അത് മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ഹയർ ഓപ്ഷൻസ് വേണ്ടാത്തതുണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഡിലീറ്റ്
ഡിലീറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ എന്ന് പറഞ്ഞുള്ളൊരു ലിങ്ക് വെബ്സൈറ്റിൽ ചിലപ്പോൾ വരും. അതല്ലെങ്കിൽ നിങ്ങൾ അൺലോക്ക് ഓർ എഡിറ്റ് ഓപ്ഷൻ്റെ ആ ഒരു ക്ലിക്ക് ഹിയറിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ, അതായത് ഹയർ ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ആ ഒരു ഡൗൺലോഡ് പ്രിൻ്റ് ഔട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്ത് വെക്കേണ്ടതാണ്. കാരണം അഡ്മിഷൻ സമയത്ത് അത് ആവശ്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ്, എനിക്കിപ്പോൾ കിട്ടിയ സീറ്റ് വേണ്ട, എനിക്ക് മറ്റൊരു കോഴ്സ് പഠിക്കാനാണ് താല്പര്യം. അതായത് എനിക്കിപ്പോൾ കിട്ടിയുള്ളത് ഡിഗ്രി കോഴ്സാണ്, എന്നാൽ എനിക്കത് താല്പര്യമില്ല, എനിക്ക് ഇനി ഒരു മെഡിക്കൽ കോഴ്സോ അതല്ലെങ്കിൽ എനിക്ക് ടീച്ചറൊക്കെ ആവാനാണ് താല്പര്യം. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ മെഡിക്കൽ കോഴ്സ് അതുപോലെ തന്നെ ടീച്ചിങ്, അപ്പോൾ അതൊക്കെയാണ് താല്പര്യം. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അതിൽ അഡ്മിഷൻ കിട്ടുമെന്നൊന്നും അറിയില്ല, എന്നാലും ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ താല്പര്യപ്പെടുന്ന കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിലവിൽ ഇപ്പോൾ കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് റീഫണ്ടബിൾ അല്ല എന്നാണ് തോന്നുന്നത്. ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് കൺഫേം ആയി. പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷനോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം കിട്ടുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു പെർമനൻറ്റ് അഡ്മിഷനും, രണ്ടാമത്തെ ഓപ്ഷനോ അതിന് താഴെ ഏതെങ്കിലും ഓപ്ഷൻ ആണെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും. പിന്നീട് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾ എല്ലാവരും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു താല്പര്യം ഇല്ല എങ്കിൽ, നിങ്ങൾക്കിപ്പോൾ കിട്ടിയ സീറ്റ് താല്പര്യം ഇല്ല എന്നാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കോഴ്സിനോട് താല്പര്യമുണ്ട് എന്നാൽ വിദ്യാർത്ഥികൾക്ക് അതായത് ആ ഒരു കോഴ്സിനോട് നിങ്ങൾക്കൊരു താല്പര്യമുണ്ട്, എന്നാൽ നിങ്ങൾക്ക് വേറൊരു കോഴ്സ്, അതായത് വേറൊരു വിഭാഗത്തിലെ വേറൊരു കോഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിലവിൽ കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റ് നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാനായിട്ട് അവിടെ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് സെക്യൂർ ആകും. അപ്പോൾ അതിനുശേഷം അഡ്മിഷൻ എടുക്കേണ്ട സമയത്ത് നിങ്ങൾ കോളേജിൽ പോയിട്ട് ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ അഡ്മിഷൻ നേടിയ ശേഷം പിന്നീട് നിങ്ങൾക്ക് ചില വിദ്യാർത്ഥികൾ പറഞ്ഞതായിരുന്നു DLED അതുപോലെ തന്നെ ഈ ഒരു MLT അതുപോലെ മെഡിക്കൽ ഫീൽഡിലൊക്കെ പോകാനാണ് താല്പര്യം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് കോളേജിൻ്റെ ഏതായാലും ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയുടെ അഡ്മിഷൻ പ്രോസസ്സ് അവസാനിക്കും മുമ്പ് തന്നെ അതിൻ്റെ ആ ഒരു അലോട്ട്മെൻറ്റും കാര്യങ്ങളും വരുമെന്നാണ് നിങ്ങൾ പറയുന്ന ആ ഒരു കോഴ്സുകൾക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരികയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു കോളേജിലേക്ക്, അതായത് ആ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് TC വാങ്ങിച്ച് പോകാവുന്നതും, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പൈസ, നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ സമയത്ത് അടക്കുന്ന പൈസ നിങ്ങൾക്ക് റീഫണ്ടബിളായിട്ട് കിട്ടുന്നതും ആയിരിക്കും. റീഫണ്ടബിൾ എന്ന് പറയുമ്പോൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യും മുമ്പാണ് നിങ്ങൾ TC വാങ്ങിക്കുന്നതെങ്കിലാണ് റീഫണ്ടബിളായിട്ട് കിട്ടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്തുക. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.